റീബർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പോസിറ്റീവ് ചിന്തകൾ അല്ല, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. പോസിറ്റീവ് ചിന്തകളും മാനിഫെസ്റ്റേഷനും ഒക്കെ എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ള ചിന്ത. പക്ഷേ ഇവിടെ പോസിറ്റീവ് ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോളിൻ്റെ തീരുമാനം എന്താണോ അതിനെക്കുറിച്ചാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷമഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത് എന്ന്. നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്, നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങൾ എന്തുകൊണ്ട് നമ്മളെ തേടിയെത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലതും നമുക്ക് വിപരീതമായിട്ട് സംഭവിക്കുകയാണ്. നമ്മൾ അതുവരെ ഒരു സേഫ് സോണിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല സേഫ് സോണിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ബട്ട് നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ജോലിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റ് ആണ്, ഒരു ഫിക്സഡ് സാലറി നമുക്ക് കിട്ടുന്നുണ്ട്, ബട്ട് നമുക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അത്തരത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാകുന്ന സമയത്ത് അവിടെയുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, കാരണം നമ്മുടെ ചുറ്റിനും ഉണ്ടാകുന്ന അത്രയും ടോക്സിക് പേഴ്സൺ, ഒരുപാട് വ്യക്തിത്വങ്ങൾ അത്തരത്തിൽ നമ്മുടെ ചുറ്റിനും ആ സമയത്ത് ഒരു കാരണവുമില്ലാതെ വന്നു ചേരുന്നു. നമ്മൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൻ്റെ ബേസിൽ നമ്മൾ ആ ജോലി വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അല്ലേ? നമ്മൾ ഡേഞ്ചർ സോണിലോട്ട്, സേഫ് സോൺ വിട്ട് ഡേഞ്ചർ സോണിലോട്ട് ഇറങ്ങുന്ന ആ സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു ബിഗ് സീറോ, പൂജ്യമായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അതൊന്നും എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ ആയിരുന്നിട്ടും നമ്മൾ കണ്ണും പൂട്ടി അതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് സോളാണ്, ആത്മാവാണ് അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടി കരുതിരിച്ചിരിക്കുന്ന മറ്റെന്തോ വലിയൊരു നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മാവ് അങ്ങനെ നമ്മളോട് കാണിക്കുന്നത്. അത് എന്തുമാകാം, ജീവിതത്തിൻ്റെ കാര്യമാകാം, ജോലിയുടെ കാര്യമാകാം, ഏത് കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ തീരുമാനമാണ്. ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന കണക്കുകൂട്ടലിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത്രയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പാനിക് ആകാതെ, ഒരുപാട് ടെൻഷൻസിലോട്ടൊന്നും പോകാതെ, നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് പുതിയൊരു വ്യക്തിത്വമായിട്ടായിരിക്കും. കാരണം മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയൊക്കെ ചെയ്യുന്ന പുതിയ വ്യക്തിത്വത്തിന് ഉടമകളായിട്ടാണ് പിന്നീട് നിങ്ങൾ മാറുന്നത്. അതിനൊരു കാലഘട്ടം, ഒരു 3 മാസക്കാലമൊക്കെ നിങ്ങൾക്ക് വളരെ സ്ട്രഗിൾ പീരീഡ് ആയിരിക്കും. ആ പീരീഡിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ മറ്റൊരു ലോകം പടുത്തുയർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിർത്തണം. കാരണം ആത്മാവിൻ്റെ ഊർജത്തെ കൂടെ നിർത്തുകയാണെങ്കിൽ അത്ഭുതകരമായ വിധം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഇവിടെ ആത്മാവെന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് ഇപ്പം പൊതുവെ എല്ലാവർക്കും അറിയാമെങ്കിലും അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്രത്തോളം മഹത്തനീയമാണ്. നമുക്കത് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ആക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം ആത്മാവെന്ന് പറയുന്നത് ഈശ്വര ചിന്തയാണ്. ആത്മാവിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ആത്മാവിനെ തിരിച്ചറിയൂ എന്ന് പറയുന്നത് ഈശ്വരനെ തിരിച്ചറിയുന്നതിന് തുല്യമാണ്. നമ്മൾ ആത്മാവെന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്ന സമയത്ത് അത് വെറും ഒരു കോൺസെപ്റ്റ് അല്ല, നമ്മുടെ ശരീരത്തിൽ നിലകൊള്ളുന്ന ഒരു ഊർജ വ്യവസ്ഥയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ഈശ്വരൻ എന്ന സത്യത്തെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിലുള്ള ഈശ്വരനും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും ഒന്നു തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കിയായിട്ട് ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ പ്രായവും പക്വതയുമുള്ള മനസ്സ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ആ മനസ്സിന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ മനസ്സിൽ നിന്നും ഡിലീറ്റ് ആക്കപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് വീണ്ടും പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് സോളിന് വീണ്ടും ഇതേ സാഹചര്യങ്ങളിലൂടെ ഈ ബോഡിയെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളൊന്നും നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ അതിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടുള്ള വിഷമങ്ങളല്ല. മറിച്ച് ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിത്വമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സങ്കടങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത്, ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പരമാനന്ദമുണ്ട്. അതുവരെ മറ്റൊന്നിലും നമുക്ക് ലഭിക്കാതിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇത്തരത്തിലുള്ള തിരിച്ചറിവിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, അത് എത്ര ഉന്നതിയിൽ നിൽക്കുന്നവരായിക്കോട്ടെ, എത്ര ലോ ലെവലിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഇവിടെ ലോ ക്ലാസ് എന്നോ ഹൈ ക്ലാസ് എന്നോ ഒരു വേർതിരിവ് ഭഗവാന് ഈശ്വരനില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെക്കാൾ ഹൈ ലെവലിൽ ജീവിക്കുന്നവർ, അല്ലെ, ഇപ്പം എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവർക്ക് പൂർണ്ണതയുണ്ട് അവരുടെ ജീവിതത്തിന് കരുതി നമ്മൾ അവരുടെ ജീവിതത്തെ നോക്കി വിഷമിക്കും. പക്ഷെ അവരുമായിട്ട് അടുത്തിടപഴകുമ്പോൾ മാത്രമാണ് അവർക്കുള്ളിലെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓരോ മനുഷ്യജീവനും ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്റെ പൂർവ്വജന്മത്തിന്റെ ബാക്കിയായിട്ട്, അല്ലെങ്കിൽ ആ ജന്മത്തിന്റെ പുണ്യവും പാപവും ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാനും ഈ ജന്മത്തിലെ പുണ്യത്തെയും പാപത്തെയും കൂടെ കൂട്ടി അടുത്ത ജന്മത്തിലേക്ക് യാത്ര തിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു സോള് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഇപ്പൊ സോളം എന്ന തിരിച്ചറിവിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ പാപത്തിന്റെ അളവ് കുറയുകയും പുണ്യത്തിന്റെ അളവ് കൂട്ടാനും നമുക്ക് സാധിക്കും. നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് സാധിക്കും. സത്യം പറഞ്ഞാൽ സോൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്ന സമയം അവിടെ ശരീരം എന്ന ബോധത്തെ നഷ്ടപ്പെടുന്നു. കാരണം സോളാണ് ആ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഇത്തരത്തിൽ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു ശരീരത്തെ പിന്നീട് ഒരു മെഡിസിൻ ഉപയോഗിക്കാതെ തന്നെ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഏതാനും ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആയതുപോലും ഞാൻ അത്തരത്തിലാണ്. അപ്പം നിങ്ങളൊരു എയിം, നിങ്ങളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ആ ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, സോളിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ശക്തി, ആത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് ആ ഈശ്വരന്റെ ശക്തിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്ന, നമ്മുടെ പുറത്ത് ജീവിക്കുന്ന സോള്, നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ശരീരത്തിനുള്ളിലാണ് ആത്മാവെന്ന്. പക്ഷെ അങ്ങനെയല്ല, ആത്മാവ് നിയന്ത്രിക്കുന്ന ശരീരമാണിത്. അപ്പോൾ ഈ ആത്മാവ് നിയന്ത്രിക്കുന്ന ഈ ശരീരത്തെ അതിന് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നമുക്ക് മറികടക്കാൻ നിമിഷ നേരം കൊണ്ട് സാധിക്കും. ഒരു മാറ്റമുണ്ടായി ജീവിതത്തിൽ, ആ മാറ്റത്തിൽ തളർന്നു പോകാതെ ഈ മാറ്റം എൻ്റെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്കുള്ള പടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അകൽച്ചയെ അല്ലെങ്കിൽ ആ വീഴ്ചയെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അത്ഭുതകരമായ ശക്തി നിങ്ങൾ തിരിച്ചറിയുകയാണ്. കാരണം ആത്മാവെന്ന് പറയുന്ന ശക്തിയെ അറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന അത്രയും പിന്നെ ആത്മാവിന്റെ തീരുമാനങ്ങളാണ്. ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അത് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സോളിനെ തിരിച്ചറിയാൻ സാധിക്കും. സോൾ എന്ന ചിന്തയെ നിങ്ങൾ മെഡിറ്റേഷനിലൂടെ തിരിച്ചറിയണം. കാരണം ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാതെ നമുക്കിത് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും ജപങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പല രീതിയിലും യാത്ര തിരിക്കും. പക്ഷെ മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആത്മാവെന്ന ബോധത്തെയാണ് മനസ്സിലാക്കുക. കാരണം എൻ്റെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ ജന്മം എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരത്തിലുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ തിരിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന, മറ്റുള്ളവർ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് വിശ്വസിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറും. കാരണം ആത്യന്തികമായിട്ട് ഇവിടെ സോളാണ് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഓറ എനർജി, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഓറ എനർജി എക്സ്പാൻഡ് ചെയ്യും. കാരണം ഇത് ആത്മാവിന്റെ പ്രൊട്ടക്ഷൻ ആണ്, അത് ബോഡിയുടെ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. നിങ്ങളുടെ ചക്രാസ് നിങ്ങൾ പോലും അറിയാതെ ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ തേർഡായി നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ഓപ്പൺ ആകും. ഇത്തരത്തിലുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും. അപ്പം നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്.
ഉള്ളത്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നോർമലായിട്ട് ബോഡി വെയിറ്റ് മാറാൻ വരെ മെഡിറ്റേഷനിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും മെഡിറ്റേഷൻ ഇത്രത്തോളം പവർ ഉണ്ടോ എന്ന്. ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അനുഭവിക്കണം, അല്ലേ? അപ്പൊ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കടയിലും പോയി ഒന്നും മേടിക്കാതെ അല്ലെങ്കിൽ ഒരു കാശ് മുടക്കം ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാൻ മെഡിറ്റേഷന് സാധിക്കും. അപ്പോൾ അവിടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള സോളിനെ തിരിച്ചറിയുകയാണ്, ഈ പ്രപഞ്ച ശക്തിയെ തിരിച്ചറിയുകയാണ്. മനുഷ്യന്റെ മനസ്സുകൾക്കും ചിന്തകൾക്കും അതീന്ദ്രിയ ജ്ഞാനങ്ങൾക്കും ഒക്കെ അപ്പുറമുള്ള ഒരു ശക്തിയെ നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. യൂണിവേഴ്സ് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ആ ശക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓറ എനർജിയെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഓറ എനർജി ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ സ്വയം ഒരുക്കപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷൻ ആവാം, നമ്മുടെ സോളിന്റെ പ്രൊട്ടക്ഷൻ ആവാം. പക്ഷെ ഇവിടെ എന്താണ്, ആ പ്രൊട്ടക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറ എനർജി എക്സ്പാൻഡ് ചെയ്യപ്പെടും, ചക്രാസ് ഓപ്പൺ ആകും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും നന്മകൾ വന്നു ചേരും. നിങ്ങൾ നന്മയുള്ളൊരു പേഴ്സണായിട്ട് മാറും. നിങ്ങളുടെ ചുറ്റിനുമുള്ള സഹജീവികൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്നേഹം തോന്നും. ആരോടും വിധേയത്വം ഇല്ലാത്ത, ആരുടെ മുന്നിലും തല കുനിക്കാത്ത നല്ലൊരു വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു ചിന്തയിലൂടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ 2 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് മെഡിറ്റേഷനെ കുറിച്ച് എന്താണെന്നൊക്കെ ഞാൻ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ചയും നൈറ്റ് 8 to 9 ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കാം. റൈറ്റി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, അതെന്ത് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.